എടോ, ഞാനൊരു ആഗ്രഹം പറഞ്ഞ താൻ എനിക്ക് സാധിച്ചു തരുമോ? എന്താ? എനിക്ക് എൻ്റെ കുഞ്ഞിനൊരിത്തിരി പാല് കൊടുക്കണം. എന്താടോ, എന്താ താനിങ്ങനെ എന്നെ നോക്കുന്നത്? പൂജ, അതിപ്പോ എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. എനിക്കതിനൊരിത്തിരി പാല് കൊടുക്കണം. എന്താ, സാധിക്കോ? എന്താ മോളെ, എന്ത് പറ്റി? കുഞ്ഞു കുറെ നേരമായിട്ട് കരയുന്നുണ്ടല്ലോ. തൊട്ടില്ലേ വല്ല കൊതുവോ കീടോ വല്ല ഉണ്ടെന്ന് നോക്കിയായിരുന്നോ? അതല്ല ചേച്ചി, പാല് തീരെ കുറവാ. നമുക്ക് വയറ് നിറയുന്നുണ്ടാവില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈശ്വര, ഞാൻ എന്തുമാത്രം പോഷകാഹാരം മോൾക്ക് തന്നത്. എന്ത് പോഷകാഹാരം? ഈ അവിയലും സാമ്പാറും തോരനൊന്നും അല്ല പോഷകാഹാരം എന്ന് പറയുന്നത്. മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രോട്ടീനും കാൽസ്യം ഒക്കെ അടങ്ങുന്ന ഭക്ഷണം കൊടുക്കണം. വന്നോ ഡോക്ടർ? ഇതൊക്കെ അറിയാനേ ഡോക്ടർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി. അതാണല്ലോ നിങ്ങൾക്ക് തീരെ ഇല്ലാത്തത്. എന്റെ ബുദ്ധി പരീക്ഷിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആമിമോളുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ആലോചിക്കാം. അതാലോചിക്കാനേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ട് ആലോചിച്ചിട്ട് ഫലമൊന്നും കാണുന്നില്ലല്ലോ. എന്റെ മോളെ മുലപ്പാലുണ്ടാകാൻ ഒരൊറ്റ മൂലിയുണ്ട്. ഉലുവ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ മതി. ഓ, വലിയ കണ്ടുപിടുത്തമായിപ്പോയി. ഉലുവായെക്കാട്ട് നല്ലതേ ജീരകമാണ്. തിളപ്പിച്ചാറ്റിയ ജീരകവെള്ളം കുടിച്ചാലേ ഏത് കഠിന ഹൃദയർക്കും പാലുണ്ടാവും. എന്നാ പിന്നെ തുളസിയിലായിട്ട വെള്ളം കുടിച്ചാ പോരെ? അതാവുമ്പോ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും.